കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് രാജിവെച്ചു. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ മുൻധാരണ പ്രകാരമാണ് രാജി. 9ാം വാർഡ് മെമ്പർ ഗോപി മുട്ടത്ത് പുതിയ പ്രസിഡന്റാകും. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ മുൻധാരണ പ്രകാരമാണ് കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫിന്റെ രാജി. പ്രസിഡന്റ് പദവിയിൽ 2 വർഷം ഇരുന്ന ശേഷമാണ് വ്യാഴാഴ്ച രാജി പ്രഖ്യാപനം ഉണ്ടായത്. പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ മുമ്പുണ്ടാവാത്ത വിധം നിരവധി വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയ ശേഷമാണ് സ്ഥാനമൊഴിയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ 2 വർഷത്തെ പ്രസിഡന്റ് പദവിക്ക് ശേഷം ഇന്നിപ്പോൾ ഞാൻ രാജിവെച്ചിരിക്കുകയാണ്. കോൺഗ്രസിലെ തീരുമാനപ്രകാരമാണ് രാജി സമർപ്പിച്ചത്. എന്തായാലും കഴിഞ്ഞ 2 കൊല്ലക്കാലം ഈ ഗ്രാമപഞ്ചായത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിരവധി ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചു എന്നുള്ള അഭിമാനത്തോടു കൂടിയാണ് പടിയിറങ്ങുന്നത്. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യമായിരുന്നു കുടിവെള്ളം. ആ കുടിവെള്ളത്തിലെ ജലജീവൻ കുടിവെള്ള പദ്ധതി ഏതാണ്ട് 15ഓളം സെൻറ്റ് സ്ഥലം നമ്മൾ സൗജന്യമായി കണ്ടെത്തി തന്നെ ആ പദ്ധതി ഇവിടെ ആരംഭിച്ചു. ആ പദ്ധതിയിൽ ഏതാണ്ട് 50% പണി പൂർത്തീകരിച്ച് കീരമ്പാറ പഞ്ചായത്തിൽ 24 മണിക്കൂർ വെള്ളം കിട്ടുന്ന ഒരു പദ്ധതിക്ക് നമുക്ക് തുടക്കമിടാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം അഭിമാനമാണ്. അതിനൊപ്പം തന്നെ നമ്മുടെ FHSC അതായത് കുടുംബാരോഗ്യ കേന്ദ്രം നമ്മൾ നേരത്തെ 1 മണി വരെ ഉണ്ടായിരുന്ന പ്രവർത്തനം വൈകുന്നേരം 6 മണി വരെ ആക്കിക്കൊണ്ട് ഈ കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ നിരവധി ആളുകൾക്ക് വളരെയധികം ഉപകാരപ്രദമായ രീതിയിൽ ഡോക്ടറടക്കം സ്റ്റാഫുകളെ നിയമിച്ചുകൊണ്ട് നമുക്ക് നടപ്പിലാക്കാൻ അത് സാധിച്ചു. അതുപോലെ തന്നെ കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ ഏതാണ്ട് കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ജനങ്ങൾ കാത്തിരുന്ന വനത്തിൽ കൂടിയുള്ള ഏതാണ്ട് 6ഓളം വഴികൾ ടാറിട്ടും കോൺക്രീറ്റ് ചെയ്തുമൊക്കെ നമുക്ക് കട്ട വിരിച്ചൊക്കെ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ള വളരെയധികം അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനമാണ് കീരമ്പാറ പഞ്ചായത്ത് നടത്തിയിരിക്കുന്നത്. അതായത് ഫെൻസിങ്, ഇപ്പോൾ നമുക്ക് ഫെൻസിങ് എല്ലാം ജനവാസ മേഖലയിലൂടെന്ന് പറഞ്ഞ ഫെൻസിങ് വനംവകുപ്പുമായിട്ട് ശക്തമായിട്ട് നമ്മൾ എതിർത്തതിനെ തുടർന്ന് പുഴയറമ്പിൽ കൂടെ ഹാങ്ങിങ് ഫെൻസിങ് ഇടാനുള്ള പദ്ധതി ഏതാണ്ട് എടുത്തു. അവിടെ തന്നെ പണി ആരംഭിക്കും. അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങൾ, പന്നികളെ വെടിവെച്ച് കൊല്ലുന്ന ആളുകൾക്ക് നമ്മൾ 2000 രൂപ വെച്ച് പഞ്ചായത്ത് കൊടുക്കുന്നുണ്ട്. കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി ആ ഒരു പദ്ധതിയുമായിട്ട് തന്നെ ഞങ്ങൾ പഞ്ചായത്ത് മുന്നോട്ടേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ആദ്യമായി നടപ്പിലാക്കിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. വന്യമൃഗങ്ങൾ ചത്തു കഴിയുമ്പോൾ മണ്ണെണ്ണ, ഡീസൽ, പെട്രോൾ ഒഴിച്ചു കുഴിച്ചിടുന്ന ഒരു വനംവകുപ്പിൻ്റെ പ്രവണത, അതായത് മണ്ണിനെയും ജലത്തെയും മലിനീകരിക്കപ്പെടുന്ന ആ ഒരു പ്രവണത കീരമ്പാറ പഞ്ചായത്ത് അവസാനിപ്പിച്ച് ഇന്നത് കേരളത്തിലുടനീളം വന്യമൃഗങ്ങൾ ചത്തു കഴിയുമ്പോൾ മണ്ണെണ്ണയും ഡീസലൊന്നും ഒഴിക്കാതെ തന്നെ കുഴിച്ചിടുന്ന ഒരു നിയമമായിട്ട് തന്നെ അത് മാറുവാൻ സാധിച്ചു. അതൊരു കാര്യം കീരമ്പാറ പഞ്ചായത്താണ് ഞങ്ങൾ നടപ്പിലാക്കിയത്. ഞങ്ങൾക്ക് അതിൽ അധികം സന്തോഷമുണ്ട്. അങ്ങനെ നമ്മുടെ പഞ്ചായത്തിലെ സബ് സെൻ്ററുകളടക്കം കാർഷിക മേഖലകളിലൊക്കെ സഹായങ്ങളടക്കം നിരവധി മേഖലകളിൽ സഹായം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് മുന്നോട്ടേക്ക് പോകുന്നു. ഇനിയും തുടർന്ന് വരുന്ന ഭരണത്തിൽ മുതിർന്ന പ്രസിഡന്റിനൊപ്പം നിന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യവും നമ്മുടെ പഞ്ചായത്തിൽ പൊതുജനങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനുമായിട്ടുള്ള എല്ലാ പ്രവർത്തനവും ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നു. പഞ്ചായത്തിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ, പരാതികളൊന്നും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കുവാൻ സാധിച്ചതിൽ ഞാൻ അതിയായ സന്തോഷവാനാണ്. ഇനിയും ജനങ്ങളുടെ സേവനത്തിനും വികസനത്തിനും വേണ്ടി ഒപ്പം നിൽക്കും എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. 40 കൊല്ലമായി നടപ്പാക്കാതിരുന്ന കുടിവെള്ള പദ്ധതി നടപ്പാക്കിയത്, പുന്നേക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തന സമയം നീട്ടിയത്, വനത്തിൽ കൂടി 6 പുതിയ റോഡുകൾ നിർമ്മിച്ചത്, ഓപ്പൺ ജിം സ്ഥാപിച്ചത് തുടങ്ങിയ അനേകം വികസന പ്രവർത്തനങ്ങൾ തന്റെ കാലത്ത് നടപ്പാക്കാനായെന്നും മാമച്ചൻ ജോസഫ് പറഞ്ഞു. കോൺഗ്രസിലെ തന്നെ 9ാം വാർഡ് മെമ്പർ ഗോപി മുട്ടത്ത് പുതിയ പ്രസിഡന്റാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.